നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. സ്വീറ്റ് കോൺ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എരിവും മധുരവുമുള്ള രുചികരമായ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? തണുപ്പുള്ള സമയങ്ങളിൽ ഈ സൂപ്പ് കഴിക്കുന്നത് ശരീരത്തിന് ഉണർവും ഊർജവും നൽകും. വളരെ എളുപ്പത്തിന് എങ്ങനെയാണ് ഈ സൂപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. കോൺ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഒരു കോൺ അഥവാ ചോളം, 1 ടീസ്പൂൺ ബട്ടർ, പാൽ, ഒരു കറുവയില, ഒരു സവാള അരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, കുരുമുളക് പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, 2 കപ്പ് വെള്ളം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 3-4 മിനിറ്റ് ഇടത്തരം തീയിൽ നേരിട്ട് വെച്ച് കോൺ അഥവാ ചോളം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റവ് ഓണാക്കിയതിനു ശേഷം അതിനു മുകളിൽ വെച്ച് ഇതുപോലെ റോസ്റ്റ് ആക്കി എടുത്താലും മതിയാകും. അടുത്തതായിട്ട് ചട്ടിയിൽ എണ്ണ ചേർത്ത് ചൂടാക്കുക. ശേഷം കറുവയില ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഉള്ളി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇത് മാറ്റാം. അടുത്തതായിട്ട് ചോളം തണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോളം എടുത്ത് വേർതിരിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ച സവാള മിക്സും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇവിടെ പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ അല്പം വെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺ പേസ്റ്റ് ചേർത്ത് 5 മുതൽ 6 മിനിറ്റ് വരെ നന്നായിട്ട് വേവിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് എന്നിവ കൂടി ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ആവശ്യത്തിന് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. രുചികരമായ കോൺ സൂപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചൂടോടുകൂടി ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.